പതും നിശങ്ക പിന്നെ പുതിയൊരു പയ്യനും കൂടെ വന്നിട്ടുണ്ട്, രത്നനായകൻ. ആ ശ്രീലങ്കൻ ടീമിന്റെ കാര്യമാണ് ഈ പറയുന്നത്. മൈറ്റി ഓസ്ട്രേലിയക്കെതിരെ അല്ലെങ്കിൽ മൈറ്റി ഓസീസ് എന്ന് പറയുന്ന നമ്മുടെ കങ്കാരിപ്പടക്കെതിരെ നല്ല ഒന്നാന്തരം വിജയം തന്നെ ശ്രീലങ്കയുടെ ഭാഗത്തുനിന്നുണ്ടായി. ശ്രീലങ്കയിൽ പലക്കല്ലയിൽ നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ ശ്രീലങ്ക മാച്ചിൽ ശ്രീലങ്ക വോൺ ദ ടോസ് ശ്രീലങ്ക കിട്ടി. ഓസ്ട്രേലിയനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. ഓസ്ട്രേലിയ 110 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിൽ നിന്ന് പെട്ടെന്ന് 186 ഓൾ ഔട്ട് ആകുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. ആദ്യത്തെ 10 ഓവറിൽ അത്യാവശ്യം ആധിപത്യം ഉണ്ടായിരുന്ന ഓസ്ട്രേലിയ അവസാനത്തെ 10 ഓവർ ആയപ്പോഴത്തേക്കും തരിതര വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് 186 എന്ന സ്കോറിലേക്ക് എത്തി. 186 എന്ന് പറഞ്ഞ സ്കോറും അത്ര ചെറിയ സ്കോറൊന്നും അല്ല. പക്ഷേ ശ്രീലങ്ക ബാറ്റിങ്ങിന് കയറി. എന്തായാലും നിശങ്കയുടെയും കുശാൽ മെൻഡിസിന്റെ ബാറ്റിങ്ങിന്റെ ഒരു താളം കണ്ടെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും റൺസ് നല്ല ഒഴുക്കോട് കൂടി വരാൻ തുടങ്ങി. വളരെ നല്ല ഫ്ലോയിലാണ് രണ്ടുപേരും ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്കയുടെ ഒരു കളി ഇതുപോലെ നന്നായിട്ട് ആസ്വദിച്ച് കണ്ടിട്ട് കുറെ നാളുകളായിരുന്നു. കാരണം ശ്രീലങ്കൻ ടീമിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം അവരുടെ ഒരു മാച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്, ജയിക്കുന്നില്ല, വളരെ ദുർബലമായ ഒരു ടീം. പക്ഷെ അവർക്ക് നല്ല കാലിബർ ഉള്ള പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ എവിടെയൊക്കെ അവർക്ക് അവരുടെ കളികൾ മിസ്സാവുന്നുണ്ട്. സന്നദ്ധ ജയസൂര്യെ പോലുള്ള ഒരു ഒന്നൊന്നര ഗെയിം ചേഞ്ചർ ഇപ്പോഴത്തെ അവരുടെ കോച്ച്, അത്രയും നല്ലൊരു കോച്ചും അത്രയും നല്ല കഴിവുള്ള കുറെ പ്ലേയേഴ്സും ഉണ്ടായിരുന്നു. എല്ലാവരും മികച്ച പ്ലേയേഴ്സ് ആണ്. എവിടെയൊക്കെ അവർക്ക് ഭാഗ്യക്കേടുന്ന രീതിയിൽ അവർ വളരെ താഴേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷെ അവിടെ നിന്നാണ് ഇങ്ങനെയുള്ള ഒന്നാന്തരം മാച്ചസുമായിട്ട് അവരുടെ ഒരു വരവ്. കാരണം എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവർ നല്ല മികച്ച രീതിയിലാണ് കളിച്ചു വരുന്നത്. പക്ഷെ എങ്കിലും ആ ഒരു ഫോമിലേക്ക് എത്തുന്നില്ലായിരുന്നു. എന്തായാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വളരെ മികച്ച ഒരു മത്സരം ശ്രീലങ്കയുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്രയും ഹാപ്പി ആയിട്ടാണ് കാണുന്നത്. നമ്മൾ ശ്രീലങ്കൻ ടീമിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് നമുക്കറിയാം, വേൾഡ് കപ്പ് എന്നൊക്കെ പറയുന്ന ഒരു വലിയ മത്സരങ്ങളിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു ആധിപത്യം എന്ന് പറയുന്നത് ചില്ലറ പരിപാടിയൊന്നും അല്ല. അതായത് അവര് എത്ര താഴെ കിടന്നാലും അവർ കയറി വരുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടാണ് അഫ്ഗാനിസ്ഥാനെതിരെ 7 വിക്കറ്റ് നഷ്ടപ്പെട്ട് തോൽവിയിലേക്ക് മൂക്കുമൊത്തി താഴെ പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഓസ്ട്രേലിയ കയറി വന്നത്. അതും അന്ന് ഗ്ലെൻ മാക്സ്വെൽ എന്നൊരു താരം ഈ ഡബിൾ സെഞ്ചുറിയോടുകൂടി ഓസ്ട്രേലിയനെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. തോക്കുമെന്ന് കരുതിയിരുന്ന പല കളികളും ജയിച്ചു കാണിച്ചിട്ടുള്ള ഓസ്ട്രേലിയൻ ടീമാണ്. പക്ഷേ ഇത്തവണ ഇവിടെ ശ്രീലങ്കൻ താരങ്ങൾക്കെതിരെ കളിച്ചപ്പോൾ പിഴച്ചു. കാരണം ഇന്നത്തെ ദിവസം ശ്രീലങ്കയ്ക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു ദിവസമായിരുന്നു. അതുപോലെ മികച്ച ഒരു ബാറ്റിംഗ് ആയിരുന്നു ശ്രീലങ്കൻ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടത്. ഒരു പിഴവുകൾ പോലും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കാരണം എല്ലിസ് എന്ന് പറയുന്ന ബോളറിനെ ഒക്കെ അറിയാവുന്നതാണ്. പുള്ളി പേസും അതുപോലെ തന്നെ പേസ് കുറച്ചും ഒക്കെ എറിയുന്നതാണ്. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു പേസ് ഡെലിവറി ഉള്ളൊരു എല്ലിസ് എന്ന് പറയുന്ന ബോളർ ഉണ്ടാവും. പുള്ളിക്കാരനെ ഒക്കെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് നേരിട്ടത്. അതായത് വളരെ ടെക്നിക്കലി, അതായത് പുള്ളിയെ തന്നെ ഓരോ ബോളേഴ്സിന് സ്പെഷ്യലി അവരുടെ ഒരു രീതികൾ മനസ്സിലാക്കി എന്തോ ശ്രീലങ്കൻ താരങ്ങൾ ഇന്ന് മികച്ച രീതിയിൽ കളിച്ചു. അപ്പോൾ എന്തായാലും ഓസ്ട്രേലിയൻ ടീം ഏകദേശം ഈ 2026 T20 വേൾഡ് കപ്പിൽ നിന്ന് പുറത്താകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഏകദേശം പുറത്തായി. അപ്പം ഇനിയിപ്പോ ശ്രീലങ്ക സിംബാബ്വെ അയർലൻഡ് മാച്ച് വരുന്നുണ്ട്. ആ ഒരു കളികളിൽ അയർലൻഡ് എന്തെങ്കിലും അത്ഭുതം കാണിച്ചാൽ മാത്രം ഓസ്ട്രേലിയക്ക് ചാൻസ് ഉണ്ട്. അതും വളരെ നേരിയ സാധ്യതയാണ്. കാരണം സിംബാബ്വെക്കാണ് റൺ റേറ്റ് കൂടുതൽ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏകദേശം ഓസ്ട്രേലിയൻ ടീം തിരികെ പോകേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് നിൽക്കുന്നത്. ഇനി എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കണം അവർ തിരിച്ചു വരണമെങ്കിൽ. അപ്പോൾ എന്തായാലും വളരെ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മാച്ച് കണ്ടതിന്റെ ഒരു സന്തോഷത്തിലാണ്. ഇതിന്റെ ഇടയിൽ നല്ല സൂപ്പർ ഫീൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നിശങ്ക തന്നെയാണ് മാക്സ്വെലിന്റെ ക്യാച്ച് എടുത്തത്. മാക്സ്വെലിന് പുറത്തായ ഒരു രീതി തന്നെ ഭയങ്കരമായിരുന്നു കേട്ടോ. നല്ല ഒന്നാന്തരം ക്യാച്ചായിരുന്നു. ഈ ഒരു വേൾഡ് കപ്പ് തുടങ്ങിയ പിന്നെ നല്ല മിന്നൽ ക്യാച്ചുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, വളരെ മികച്ച ക്യാച്ചുകൾ. അത് വേൾഡ് കപ്പ് തീരുമ്പോഴത്തേക്കും ഏറ്റവും ബെസ്റ്റ് ക്യാച്ച് ഏതാന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടുപെടും. ആ രീതിയിലുള്ള ക്യാച്ചസ് ആണ് ഈ തവണ വേൾഡ് കപ്പിൽ ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു കിടിലൻ ക്യാച്ചിലൂടെയാണ് മാക്സ്വെല് പുറത്തായതും. എന്തായാലും ശ്രീലങ്ക ഓസ്ട്രേലിയ മത്സരം കണ്ടു വളരെ ത്രില്ലായിട്ടിരിക്കുക. മാച്ച് നല്ല അടിപൊളിയായിരുന്നു. മാത്രമല്ല നിശങ്കയുടെ സെഞ്ചുറിയും കൂടെ പറയേണ്ട കാര്യമില്ല. സൂപ്പർ, നന്നായിട്ട് കളിച്ചു. അത് നന്നായിട്ട് കളിച്ചതിന്റെ ഒരു റിസൾട്ടാണ് നമ്മൾ അവിടെ കണ്ടത്. അപ്പം